ബദർ യുദ്ധം വിശ്വാസം ജയിച്ച ദിവസം. ഇന്നത്തെ ലോകത്തിനുള്ള വലിയ പാഠം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ചില ദിവസങ്ങളുണ്ട്. അവ വെറും ചരിത്ര സംഭവങ്ങളല്ല, അവ വിശ്വാസത്തിൻ്റെ പരീക്ഷകളാണ്, അവ പാഠങ്ങളാണ്, അവ മനുഷ്യരാശിക്ക് ഒരു സന്ദേശമാണ്. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ബാറ്റിൽ ഓഫ് ബദർ യുദ്ധം. ഇത് ഹിജറയുടെ 2-ാം വർഷത്തിൽ സംഭവിച്ചു. ഇത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ വലിയ യുദ്ധമായിരുന്നു. പക്ഷേ ബദർ ഒരു സാധാരണ യുദ്ധമല്ലായിരുന്നു. അത് ഈമാനിൻ്റെ ശക്തി ലോകം കണ്ട ദിവസം ആയിരുന്നു. ബദറിന് മുമ്പുള്ള അവസ്ഥ. മക്കയിൽ മുസ്ലിമീങ്ങൾ വർഷങ്ങളോളം പീഡനങ്ങൾ അനുഭവിച്ചു. അവരെ പീഡിപ്പിച്ചു, അവരെ തടവിലിട്ടു, അവരുടെ സമ്പത്തുകൾ എടുത്തു, അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കി. ഇതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തത്. അവിടെ പുതിയ സമൂഹം പടുത്തുയർത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ മക്കയിലെ ഖുറൈശ് അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചില്ല. അവർ വീണ്ടും ആക്രമിക്കാൻ തയ്യാറായി. മുസ്ലിമീങ്ങളുടെ ചെറിയ സംഘം. ആ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുമായി പുറപ്പെട്ടു. അവരുടെ എണ്ണം 313 പേര് മാത്രം. അവരിൽ ചിലർക്ക് മാത്രമേ കുതിരയുണ്ടായിരുന്നുള്ളൂ. ആയുധങ്ങൾ വളരെ കുറവ്, യുദ്ധപരിശീലനം പോലുമില്ല. പക്ഷേ അവരുടെ മുന്നിൽ നിന്നത് 1000 സൈനികരുള്ള ഖുറൈശ് സേന. ആ കാലത്ത് ലോകത്തിൻ്റെ കണക്കിൽ ഈ യുദ്ധം മുസ്ലിമീങ്ങൾ ജയിക്കാൻ അസാധ്യമായിരുന്നു. ബദറിന്റെ രാത്രിയിൽ, യുദ്ധത്തിന് മുമ്പുള്ള രാത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അദ്ദേഹം തൻ്റെ കൈകൾ ഉയർത്തി വളരെ ദീർഘമായി ദുആ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ സഹായിക്കാത്ത പക്ഷം ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്നവർ ഇല്ലാതാകും. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഇത് ഒരു നേതാവിൻ്റെ തൻ്റെ സമൂഹത്തിനായി ഉള്ള കരച്ചിലായിരുന്നു. ഖുർആനിൽ പറയുന്ന സഹായം. അള്ളാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. മറ്റൊരു ആയത്തിൽ പറയുന്നു, ഞാൻ 1000 മലക്കുകളെ നിങ്ങളെ സഹായിക്കാൻ അയക്കും. അള്ളാഹുവിൻ്റെ സഹായം മനുഷ്യരുടെ കണക്കുകൾ മാറ്റി ഒരു ചെറിയ സംഘം വലിയ സൈന്യത്തെ തോൽപ്പിച്ചു. ബദറിലെ സഹാബികളുടെ വിശ്വാസം. ബദറിൽ സഹാബികൾ ഭയപ്പെട്ടിരുന്നില്ല. അവർ മനുഷ്യരാണ്, പക്ഷേ അവരുടെ വിശ്വാസം ശക്തമായിരുന്നു. ഒരു സഹാബി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ കടലിലേക്ക് പോകാൻ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം പോകും. ഇത് ഒരു സൈനിക വാക്കല്ല, ഇത് ഈമാനിൻ്റെ പ്രഖ്യാപനമായിരുന്നു. ബദർ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ബദറിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചില വലിയ പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, വിജയം എണ്ണം കൊണ്ടല്ല. മുസ്ലിമീങ്ങൾ 313 പേരായിരുന്നു. അവരെ എതിർക്കാൻ വന്ന ഖുറൈശുകൾ 1000 പേരായിരുന്നു. പക്ഷേ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു, കാരണം അള്ളാഹുവിൻ്റെ സഹായം. രണ്ടാമത്തേത്, ദുആയുടെ ശക്തി. ബദർ നമ്മെ പഠിപ്പിക്കുന്നു, ദുആ ഒരു ദുർബലരുടെ ആയുധമല്ല, അത് വിശ്വാസികളുടെ ശക്തിയാണ്. മൂന്നാമത്, ക്ഷമയും വിശ്വാസവും. ബദറിന് മുമ്പ് മുസ്ലിങ്ങൾ വർഷങ്ങളോളം പീഡനം സഹിച്ചു, പക്ഷേ അവർ വിശ്വാസം വിട്ടില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ പാഠം. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ യുദ്ധവും അന്യായവും അനുഭവിക്കുന്നു. ഇത്തരം സമയങ്ങളിൽ മുസ്ലിമീങ്ങൾ ബദറിനെ ഓർക്കണം. കാരണം ബദർ നമ്മോട് പറയുന്നു, അന്യായം ശക്തമായി തോന്നാം, സത്യം ദുർബലമായി തോന്നാം, പക്ഷേ ചരിത്രം കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ സാഹചര്യം മാറും. ഖുർആന്റെ പ്രചോദനം. അള്ളാഹു പറയുന്നു, നിങ്ങൾ ദുർബലരാകരുത്, ദുഃഖിക്കരുത്. നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉയർന്നവർ. ഇത് ഒരു വാഗ്ദാനമാണ്. വിശ്വാസം നിലനിൽക്കുമ്പോൾ
പ്രതീക്ഷയും നിലനിൽക്കും. സമാപനം. ബദർ ഒരു ചെറിയ ചരിത്രകഥ മാത്രമല്ല, അത് ഒരു ജീവിത പാഠമാണ്. ഒരു ചെറിയ സംഘം ഈമാനോടെ നിൽക്കുമ്പോൾ ചരിത്രം മാറും. ഇന്ന് ലോകത്തിന് എന്തു സംഭവിച്ചാലും മുസ്ലിമീങ്ങൾ ഓർക്കേണ്ടത് ബദർ. അള്ളാഹുവിൻ്റെ സഹായം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സത്യം ഒടുവിൽ ജയിക്കും. അള്ളാഹു നമ്മെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കട്ടെ, സഹനം നൽകട്ടെ, നീതിയിൽ നിൽക്കാനുള്ള ശക്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.